ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേഡീസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ തൈസിൻ്റെ ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം മിക്കവാറും സ്ത്രീകളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. അത് ടീനേജേഴ്സിൻ്റെ ഇടയിലും കാണപ്പെടുന്നുണ്ട്, അത് അല്പം മധ്യവയസ്കരുടെ ഇടയിലും കാണപ്പെടുന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ തൈസിൻ്റെ ഫാറ്റ്. നമ്മുടെ ഈ കാലുകളുടെ ഈ തുടഭാഗത്തുണ്ടാകുന്ന കൊഴുപ്പ്, പ്രത്യേകിച്ചും ഈ ഇന്നർ തൈസിലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് നടക്കാൻ പോലും പറ്റാത്ത വരുന്ന ഒരു അവസ്ഥ. അത് മിക്ക ലേഡീസിലും കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പം ഈ ഒരു വിഷമം കാരണം അവർക്ക് നടക്കാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഫംഗ്ഷനൊക്കെ പോകുമ്പം ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും അവർക്ക് വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയിലോട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഫാറ്റൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി വരുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമാണ്, ഇത് എങ്ങനെ കുറയ്ക്കും. അപ്പോൾ ജിമ്മിൽ പോകാം എന്ന് കരുതും, പക്ഷേ ജിമ്മിലൊന്നും ചിലപ്പോൾ നമുക്ക് അധിക ദിവസം പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ തന്നെ നിങ്ങളുടെ തൈസിൻ്റെ ഫാറ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ തൈസിൻ്റെ ഫാറ്റ് വെച്ചാൽ നമ്മുടെ കാലുകളുടെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് മുമ്പ് വീട്ടിലൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മുടെ കാലുകളുടെ മസിൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ കാലുകൾക്കുള്ള മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് തൈസ് എന്ന് പറയുന്ന ഒരു മസിൽ ഗ്രൂപ്പുണ്ട്. ഓക്കെ, നമ്മുടെ തുടയുടെ മുൻഭാഗത്ത്. പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് വശമാണ്, ഹാംസ്ട്രിങ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽ വരും അതിനകത്ത്. ഓക്കെ, നമ്മുടെ മുട്ടുകൾക്ക് താഴെയുള്ള ഭാഗം. പിന്നെ ഗ്ലൂട്ട്സിൻ്റെ മസിൽസ്. ഓക്കെ, ഗ്ലൂട്ട്സ്, നമ്മുടെ ഹിപ്പ് ഭാഗം ഒക്കെ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അധികവും. അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന 4 വർക്കൗട്ടുകൾ ഓക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ റബ്സുകളും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യൂ. അപ്പം നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ട്രൈ ചെയ്ത് ആ എക്സസൈസിനെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഫാറ്റ് ബേണിങ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാനും അതുവഴി നിങ്ങളുടെ കാലുകളിലോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ ഞാൻ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. അപ്പം വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം കാലുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ കാലുകൾ മൂവ് ചെയ്യിപ്പിക്കുക. നിങ്ങൾക്കിങ്ങനെ സ്ട്രെയിറ്റായിട്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വാമപ്പുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടും. അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇഞ്ചുറീസ് ഒക്കെ ഒഴിവാക്കാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും ഇങ്ങനെയുള്ള വാമപ്പുകൾ. ഓക്കെ, അപ്പം ഇത് കണക്ക് നിങ്ങൾ സൈഡിലോട്ടും കാലിനെ ഇങ്ങനെയൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അത് കണക്ക് തന്നെ അടുത്ത സൈഡിലോട്ടും പതുക്കെ മൂവ് ചെയ്യിപ്പിക്കുക. അപ്പം നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും ജസ്റ്റ് നമ്മൾ ഒന്ന് വാമപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം അടുത്തായിട്ട് നമ്മൾ കാല് ഇതേ കണക്ക് ഒന്ന് പതുക്കെ കൈ കൊണ്ട് പിടിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പം ഇതോടുകൂടി നമ്മുടെ വാമപ്പ് സെക്ഷൻ അവസാനിക്കും. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. 4 വർക്കൗട്ടുകളാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വാട്ട് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾ ഷോൾഡർ ലെവൽ, നിങ്ങളുടെ കാലുകൾ ഷോൾഡർ ലെവലിൽ നിന്നതിന് ശേഷം നിങ്ങൾ വളരെ സാവധാനത്തിൽ, കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അടുത്ത ഒരു പൊസിഷനിൽ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിത് ഇങ്ങനെ ഷോൾഡർ ലെവലിൽ കാലുകൾ അകത്തി വെച്ച് ഇങ്ങനെ നിൽക്കുക. സ്ട്രെയിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ബോഡി. നിങ്ങളുടെ ചെസ്റ്റ് അപ്പ് ചെയ്യുക, കോർ ടൈറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇതേ കണക്കായിരിക്കണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്ലോലി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ സാവധാനത്തിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ താഴോട്ട് വരിക. നിങ്ങൾ മുകളിൽ വന്നിട്ട് ബ്രീത്തിനെ ഔട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇത് കാലുകൾക്ക് വളരെ നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ തൈസിൻ്റെ ഫാറ്റ് കുറയ്ക്കാനും നിങ്ങളുടെ തൈസിൻ്റെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുമൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു 10 റെപ്സ് വെച്ചിട്ട് ഒരു 4 സെറ്റ് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് സുമോ സ്ക്വാട്ട് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. അപ്പോൾ കാലുകൾ ഈ ഒരു പൊസിഷനിൽ വേണം നിർത്താനായിട്ട്. കാലുകൾ ഒരല്പം വൈഡാക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ 1 ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ,
അപ്പ്, ബ്രീത്ത് ഔട്ട്. കണ്ടില്ലേ? ഇങ്ങനെ വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമായിരിക്കണം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, കാലുകൾ ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ കോർ മസിലൊക്കെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നടുവൊക്കെ സ്ട്രൈറ്റ് ആക്കുക. കണ്ടില്ലേ? 90 ഡിഗ്രി എൻ്റെ ആ ഒരു ബോഡി പൊസിഷൻ ബാക്ക് വശം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒട്ടും വളവില്ലാതെ കണ്ടോ, നമ്മുടെ ഗ്ലൂട്ട് മസിൽ പതുക്കെ ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ ബോഡി പാരലായിട്ട് ഇതേ കണക്ക് വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. റിഥം വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് വളരെ കൺട്രോൾ ചെയ്ത് ചെയ്യുക. ഇത് നിങ്ങളുടെ ഇന്നർ തൈസിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നിങ്ങളുടെ ഗ്ലൂട്ട്സ് മസിലിനെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ലഞ്ചസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ലഞ്ചസ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ഇത് കണക്ക് സ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു കാല് മുമ്പോട്ട് വെച്ച് വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഓരോ കാലും നിങ്ങൾ മാറിയും തിരിച്ചും ചെയ്യുക. നിങ്ങളുടെ കാലുകൾ 90 ഡിഗ്രി ആയിരിക്കണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിൽ കാല് വെച്ചതിന് ശേഷം ഇങ്ങനെ നിൽക്കുക. കോർ ടൈറ്റ് ചെയ്യുക. ഒരു കാല് ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുക. അതിനുശേഷം കണ്ടില്ലേ, 90 ഡിഗ്രി ആയിരിക്കണം നമ്മുടെ കാലുകൾ. നിങ്ങളുടെ ആ ഒരു ബാക്ക് വശമൊക്കെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഞാൻ ഈ ചെയ്യുന്ന കണക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. ബോഡി പാരലായിരിക്കണം. നിങ്ങളുടെ ആ ഒരു കാലിൻ്റെ മുട്ടുകൾ നിങ്ങൾ ഫ്ലോറിലോട്ട് കൊണ്ട് മുട്ടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, എൻ്റെ ബോഡി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആണ്, പാരലാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഓരോ കാലിലും 10 റെപ്സ് വെച്ചിട്ട് 4 സെറ്റ് ചെയ്യുക. എല്ലാ വർക്കൗട്ടുകളും 10 റെപ്സ് വെച്ചിട്ട് 4 സെറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. സൈഡ് സ്ക്വാട്ട് എന്ന് പറയുന്ന വർക്കൗട്ട് കണ്ടില്ലേ? ഇതേ കണക്കാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. 1 2 താപ്പോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. വീണ്ടും അടുത്ത സൈഡിലോട്ട് ബ്രീത്ത് ഇൻ. നമ്മുടെ കാലുകൾ ഇതേ കണക്ക് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാലുകൾ ഒരു കാല് നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അതിനൊക്കെ നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമാക്കുക. നടുവളച്ച് ചെയ്യാതിരിക്കുക. എൻ്റെ കാലിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതും നിങ്ങളുടെ ഇന്നർ തൈസിൻ്റെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ 10 റെപ്സിൻ്റെ 4 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്കൗട്ട്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ടായിരിക്കും ലഭിക്കുക. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.